ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, വാ ബാഗ് വെക്കി ട്രിപ്പ് പോയിട്ട് വരാം. ആ ഒരു വൈബായിരുന്നു കേട്ടോ നമുക്ക് ഈ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തപ്പോൾ. എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ എപ്പോൾ പ്ലാൻ ഇട്ടാലും പോകാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ട്രിപ്പുകൾ, എസ്പെഷ്യലി ഗേൾസ് ട്രിപ്പ് ആണെങ്കിൽ. ഇത് നമ്മൾ ഒറ്റ മൈൻഡിലിട്ട പ്ലാനാണ്. നമ്മളെല്ലാവരും വെറുതെ ഇരുന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷന് പോയാലോ എന്ന് പറയുന്നു, ബുക്ക് ചെയ്യുന്നു, പോകുന്നു. വീക്കെൻഡ് സ്റ്റേക്കേഷന് ഞങ്ങൾ വന്നത് ഇവിടെയാണ്. അപ്പം പെട്ടെന്നിട്ട് പ്ലാൻ ആയ കാരണം അകലേക്കൊന്നും പോയില്ല. നമ്മൾ കൊച്ചിയിൽ തന്നെ ഒരു സ്റ്റേ ആണ് കേട്ടോ നോക്കിയത്. ഏതൻ കോട്ടേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ മുണ്ടംവേലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. മട്ടാഞ്ചേരിയുടെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ. ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ആണ് കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഹോം ടൂർ തരാനായിട്ട് അവിടുത്തെ ചേട്ടൻ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. extra blanket വെച്ചിട്ടുള്ള ഓരോ ബോട്ടിൽ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോയുണ്ട്. ഈ പഞ്ചെണ്ണം വെച്ചുള്ള വലിയ ഇരിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പ്ലേറ്റും മറ്റുള്ള ഗ്ലാസ് എല്ലാ ഐറ്റംസ് കേട്ടോ. പക്ഷെ കൊള്ളാല്ലേ, ഇൻഡോർ പൂളാണ് ഏറ്റവും അടിപൊളി. ഒരു ഹോള് കണ്ടു, അവിടെയാണ് ബെഡ്റൂം. ഒറ്റ ബെഡ്റൂമാണ് ഉള്ളത്, പക്ഷെ താഴെ 2 സോഫ കം ബെഡും ഉണ്ട്. പിന്നെ ഒരു ഇൻഡോർ പൂളുണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ മേലെ ഒരു ചെറിയൊരു കിളിവാതിൽ പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പണ്ടത്തെ ഞാൻ ഇംഗ്ലീഷ് മൂവീസിലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ചെന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല കിഡിലൻ വ്യൂ ആണ്. എനിക്ക് തോന്നുന്നത് മഴക്കാലമായതുകൊണ്ട് കുറച്ചൊരു ഗ്ലൂമി ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ വെയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നേ. നമുക്ക് നല്ല സൺ കിസ്ഡ് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. പിന്നെ ഹോം ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോ സെഷനായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ കുറേ ഡാൻസ് ഒക്കെ കളിച്ചു. എന്തായാലും കാക്കനാട് നിന്ന് ഇത്രയും ദൂരം വന്നാലേ നമ്മൾ വിചാരിച്ചൊന്ന് മട്ടാഞ്ചേരിയിലൊക്കെ പോയി ജ്യൂസ് സ്ട്രീറ്റിലും പാലസ് റോഡിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന്. അവിടെ നിന്നൊന്നും വാങ്ങാനൊന്നുമല്ല, പക്ഷെ അതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാനൊരു പ്രത്യേക വൈബാണല്ലോ അല്ലേ. എനിക്ക് ആ തെയ്യത്തിനെ കണ്ടിട്ട് നല്ല ഇഷ്ടമായി. നല്ല രസമായിട്ട് മുഖത്ത് പെയിൻറ്റ് ചെയ്തിട്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. എങ്കിടോ നടത്തിക്കാണ് ഇത് ഫ്രൂട്ട്സ് 300 മീറ്റർ ഉള്ളൂ എന്നാ പറയുന്നേ, അറിയില്ല. പെട്ടെന്ന് എന്ത് പറഞ്ഞിട്ടൊരു 10 മിനിറ്റായി നടക്കണം. പാലസ് റൂട്ടിൽ ഭയങ്കര സൂപ്പർ ഫ്രൂട്ട്സ് കിട്ടുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ വന്ന ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്താ നമുക്കത് എക്സ്പീരിയൻസ് ആയിട്ടെ അല്ലേ. അതെ, അങ്ങനെ നമ്മൾ ഊബർ ചാണ്ട വാക്കും കേട്ട് പാലസ് റോഡിൽ പോയി. എന്നിട്ട് ഫ്രൂട്ട്സ് കടയിൽ ചെന്നു. എൻ്റെ അമ്മ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കാശ് കുറവുണ്ട്. നമ്മൾ കാക്കനാട് വാങ്ങുന്നതും അവിടെ പോയിട്ട് വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല റേറ്റ് കുറവിന് കിട്ടിയിട്ടോ നമുക്ക്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ പൂളി ചാടി. പൂളായിരുന്നു നമ്മളുടെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. എന്നിട്ട് ഞാൻ ഇവർക്ക് ബാക്ക് ഫ്ലോട്ടിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു. ഞാൻ ഇവരുടെ ഗുരുവായിരുന്നു. ആ സ്റ്റുഡൻസ് എന്തായാലും പഠിച്ചു കേട്ടോ. ഗുരു എന്ന നിലയിൽ ഞാൻ സംതൃപ്തയാണ്. ഒരു 2 വർഷമായി ഉണ്ടാവും നമ്മളൊരു സ്റ്റേക്കേഷന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നത്, ട്രിപ്പ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് നടന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റേക്കേഷൻ നടന്നു. നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം. അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷനൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ. യെസ് യെസ്, അത്രേ ഉള്ളൂ. ബൈ, സീ യു.